ഡയറക്റ്റ് സം ഡികമ്പോസിഷൻസ് ആണ്. ഡയറക്റ്റ് സം ഡികമ്പോസിഷൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഫസ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. ഇൻ ദിസ് ചാപ്റ്റർ അവർ ഗോൾ ഈസ് ടു ഫൈൻഡ് ആൻ ഓർഡേർഡ് ബേസിസ് ഇൻ വിച്ച് ദ മെട്രിക്സ് ഓഫ് ടി അസ്യൂംസ് ആൻ എസ്പെഷ്യലി സിമ്പിൾ ഫോം. It described as follows: to decompose the underlying space V into a sum of invariant subspaces for T such that the restriction operators on those subspace are simple. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ടു ഡികമ്പോസ് ദ അണ്ടർലൈങ് സ്പേസ് വി ഇൻ ടു എ സം ഓഫ് ഇൻവേരിയന്റ് സബ്സ്പേസസ് ഫോർ ടി സച്ച് ദാറ്റ് ദ റെസ്ട്രിക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഓൺ ദോസ് സ്പേസസ് ആർ സിമ്പിൾ. ഈ സെക്ഷനിൽ നമ്മളെ വിയുടെ സബ്സ്പേസസിനെ ഇൻവേരിയന്റ് സബ്സ്പേസിനുള്ള ട്രാൻസ്ഫോർമേഷൻ ടീനെ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് റെസ്ട്രിക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഓൺ ദോസ് സബ്സ്പേസ് ആർ സിമ്പിൾ. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാവുന്നത് സിമ്പിൾ ആയിരിക്കും. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന സബ്സ്പേസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും. ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡെഫിനിഷൻ ഡയറക്റ്റ് സം എന്താണ് എക്സാക്ട്ലി അത് എന്താണെന്നുള്ളത് ലെമ്മ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു ഡെഫിനിഷൻ നോക്കാം. Let W1, W2, Wk be subspaces of the vector space V. We say that W1, W2, Wk are independent if alpha 1 plus alpha 2 plus alpha k is equal to 0 for all alpha I belongs to Wi, implies that each alpha I is equal to 0. ഇവിടെ പറയുന്നത് സബ്സ്പേസസ് എപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാം. ഒരു വെക്ടർ സ്പേസ് വി ഉണ്ട്, W1, W2, Wk എന്ന് പറയുന്നത് വിയുടെ സബ്സ്പേസുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് Wi's ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പറയാം. നമ്മൾ ഈച്ച് ആൽഫ ഐ Wi എന്ന് എടുക്കുക. ആൽഫ 1 ബിലോങ്സ് ടു W1, ആൽഫ 2 ബിലോങ്സ് ടു W2 എക്സെട്ര ആൽഫ k ബിലോങ്സ് ടു Wk എന്ന് നമ്മൾ ചൂസ് ചെയ്യാം. എന്നിട്ട് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ k ഈസ് ഇക്വൽ ടു 0 implies that each alpha I is equal to 0. ഇങ്ങനെ നമ്മൾ എഴുതി ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര ആൽഫ പ്ലസ് കെ ഈസ് ഇക്വൽ ടു 0 ആണ്. അതിലുള്ള ഓരോ ആൽഫ ഐകളും ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ W1, W2 എക്സെട്ര ഈ സബ്സ്പേസുകൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അതാണ് സബ്സ്പേസസ് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഫോർ k ഈക്വൽ ടു 2. നമ്മൾ ഇവിടെ W1, W2 എക്സെട്ര k വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ k ഈക്വൽ ടു 2 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. Then W1 and W2 are independent if and only if W1 intersection W2 is equal to singleton 0. W1 ഉം W2 ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്പേസുകളുടെ ഇന്റർസെക്ഷൻ W1 ഇന്റർസെക്ഷൻ W2 സിംഗിൾട്ടൺ 0 ആയിരിക്കും. നേരെ തിരിച്ച് W1 ഇന്റർസെക്ഷൻ W2 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 ആണെന്നുണ്ടെങ്കിൽ W1 ഉം W2 ഉം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അടുത്തത് ഇഫ് k Wi's are independent. സെയിം ആർഗ്യുമെന്റ് തന്നെയാണ് k equal to 2 ലും k equal to greater than 2 ലും സെയിം ആർഗ്യുമെന്റ് ആണ്. ഇന്റർസെക്ഷൻ സിംഗിൾട്ടൺ 0 ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്പേസുകൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് കൂടാതെ ഈ ഒരു കേസിൽ ഒരു കണ്ടീഷൻ ഒരു കാര്യം I only in the 0 vector. ഒന്നുകൂടി വായിക്കാം. Each Wj intersects the sum of the other subspaces Wi only in the 0 vector. അതൊന്ന് മാത്തമാറ്റിക്കൽ ആയിട്ട് എഴുതിയതാണ് താഴെ. ദാറ്റ് ഈസ് Wj intersection. Wj intersection W1 plus W2 plus etc plus Wj minus 1 plus Wj plus 1 plus etc Wk is equal to singleton 0. നമ്മൾ W1 to Wk ഉള്ള സബ്സ്പേസുകളാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊന്ന് ചൂസ് ചെയ്തു Wj. അത് Wj ഇന്റർസെക്ഷൻ ബാക്കിയുള്ള സബ്സ്പേസുകളുടെ സം എന്ന് പറയുന്നതും സിംഗിൾട്ടൺ 0 ആയിരിക്കും. അതാണ് കൊടുത്തിരിക്കുന്നത്. Wj ഇന്റർസെക്ഷൻ ബാക്കി Wj ഉൾപ്പെടാത്ത ബാക്കി സബ്സ്പേസുകളുടെ സം W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര Wk. Wj ഉൾപ്പെടുന്നില്ല. അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതും സിംഗിൾട്ടൺ 0 ആയിരിക്കും. ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ ഇൻഡിപെൻഡൻസിന്റെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ
ഹലോ, കണ്ടിന്യൂ ചെയ്യാണ്. ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. Let W is equal to W1 plus W2 plus etc. Wk be the subspace spanned by W1, W2, Wk. Each vector alpha in W can be expressed as a sum alpha is equal to alpha1 plus alpha2 plus etc. plus alpha k for each alpha I belongs to Wi. W നെ നമ്മൾ W എന്ന് പറയുന്നത് W1, W2, എക്സെട്ര WK എന്ന് പറയുന്ന സബ്സ്പേസുകളുടെ സം ആണ്. Then the subspace spanned by each W1, W2, Wk ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ നമ്മൾ W എന്നൊരു ആൽഫ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആൽഫേനെ നമുക്ക് alpha1, alpha2, alpha3, എക്സെട്ര ആൽഫ കെ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ ഒരു റിമാർക്ക് പോലെ കൊടുത്തിരിക്കുന്നതാണ്, നമ്മൾ ആൽഫ എന്ന് അങ്ങനെ എക്സ്പ്രസ് ചെയ്തില്ല, അങ്ങനെ ആ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുന്നത് യുണീക് വേയിലായിരിക്കും എന്നാണ് ആ റിമാർക്ക് പറയുന്നത്. ഇഫ് W1, W2, etc. Wk are independent, then each alpha in W can be expressed as a sum in a unique way. നമുക്ക് ആൽഫയ്ക്ക് അങ്ങനെയായിട്ടുള്ള ഒരു യുണീക് എക്സ്പ്രഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പ്രൂഫ് ആണത്. പ്രൂഫ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. സിമ്പിൾ ആണത്. മോളില് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിപെൻഡൻസിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ താഴെ എഴുതിയിരിക്കുകയാണ്. ലെറ്റ് W is equal to W1 plus W2 plus etc. Wk, Wi are independent and alpha belongs to W. Then alpha is equal to alpha1 plus alpha2 plus etc. plus alpha k for alpha I belongs to W. സെയിം ആർഗ്യുമെന്റ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓൾസോ ലെറ്റ് ആൽഫയ്ക്ക് മറ്റൊരു എക്സ്പ്രഷനും കൂടി ഉണ്ടെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. അതാണ് ആൽഫ ഈക്വൽ ടു β1 പ്ലസ് β2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ കെ ഫോർ ബീറ്റ ഐ ബിലോങ്സ് ടു Wi. നമ്മൾ ആൽഫ എന്ന് പറയുന്നത് വെക്ടർ W എന്ന് എടുത്തു. അതിന് രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ എഴുതി, ആൽഫ ഐസിന്റെ ടേമിലും ബീറ്റ ഐസിന്റെ ടേമിലും. ഇനി നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ആൽഫ മൈനസ് ആൽഫ ഈക്വൽ ടു ആദ്യത്തെ എക്സ്പ്രഷനിലുള്ള alpha1 plus alpha2 plus etc. alpha k മൈനസ് രണ്ടാമത്തെ എക്സ്പ്രഷനിലുള്ള β1 plus β2 plus etc. ബീറ്റ k. അത് നമ്മൾ രണ്ടാമത് എഴുതുമ്പോൾ 0 ഈക്വൽ ടു alpha1 minus β1 plus alpha2 minus β2 plus etc. plus alpha k minus beta k. Hence alpha I b minus beta I is equal to 0. നമുക്ക് കിട്ടിയത് ഒരു എന്താ പറയാ, നമ്മൾ ആദ്യം പറഞ്ഞ ലീനിയർ ഇൻഡിപെൻഡൻസ് പറഞ്ഞ കേസിൽ പറഞ്ഞ ഒരു ഇതിന്റെ ഫോം തന്നെയാണ്. alpha1 minus β1 plus alpha2 minus β2 plus etc. alpha k minus beta k is equal to 0. ഈ ആൽഫയും ബീറ്റയും നമ്മൾ WIs ചൂസ് ചെയ്ത എലമെന്റ്സ് ആണ്. WIs ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, WIs ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫ ഐ മൈനസ് ബീറ്റ ഐ ഇസ് ഈക്വൽ ടു 0 ഫോർ ഐ ഈക്വൽ ടു 1, 2, എക്സെട്ര കെ എന്ന് എഴുതാൻ പറ്റും. Thus when W ഈ ആൽഫയും ബീറ്റൈസും മൈനസ് എന്താ പറയാ, നമ്മള് ഈ 0 ഈക്വൽ ടു alpha1 β1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ മുകളിൽ എഴുതിയ ഒരു എക്സ്പ്രഷന്റെ രൂപത്തിൽ തന്നെയാണല്ലോ ഡെഫിനിഷനിൽ. alpha1 plus alpha2 plus etc. alpha k equal to 0 എന്നുള്ള എക്സ്പ്രഷന്റെ ഫോം തന്നെയല്ലേ. അപ്പം ഈ ആൽഫയും ബീറ്റയും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് WIs തന്നെയാണ്. WIs ഇൻഡിപെൻഡന്റും ആണ്. പറഞ്ഞാൽ മതി. alpha1 മൈനസ് β1 എന്ന് പറഞ്ഞത് W1 എലിമെന്റ് ആണ്. alpha2 മൈനസ് β2 W2 എലിമെന്റ്. ഈ W1, W2, WK ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം അതിൽ നിന്ന് ഈ സം ഈക്വൽ ടു 0 ആണെങ്കിൽ ഈച്ച് ഓഫ് ദ ആൽഫ മൈനസ് ബീറ്റ 0 ആയിരിക്കും. കാരണം WS ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ആൽഫ മൈനസ് ബീറ്റ ബിലോങ്സ് ടു WI എന്നുള്ള ഞാൻ അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ജസ്റ്റ് അത് ഇൻഡിപെൻഡന്റ് ആണ് കൊടുത്തിട്ടേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. We can operate the vectors in W as k tuples alpha I in Wi. അത് നമ്മൾ ആർക്കെ എഴുതാറില്ലേ, റിയൽ നമ്പേഴ്സിന്റെ കേസിലൊക്കെ നമ്മൾ ആർക്കെ k tuples ആയിട്ട് എഴുതാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് ആൽഫൈസിനെയും അങ്ങനെ k tuples ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതൊരു ലെമ്മയാണ്. ലെമ്മ പറയുന്നത് let B be a finite dimensional vector space
let W1, W2, etc. Wk be subspaces of B and let W is equal to W1 plus W2 plus etc. plus Wk. The following are equivalent. നമ്മൾ ഇക്വലൻസ് വെച്ചിട്ടുള്ള ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വലന്റ് ആണെന്നുള്ള ഒരു ലെമ്മയാണ് പറയുന്നത്. അതിൽ എ പറയുന്നത് W1, W2, etc. Wk are independent. B, for each j 2 less than or equal to j less than or equal to k, we have Wj intersection W1 plus W2 plus etc. Wj minus 1 is equal to singleton 0. C പറയുന്നത് if bi is an ordered basis for wi 1 less than or equal to I less than or equal to k, then the secants b is equal to b1 b2 bk is an ordered basis for w. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് ഇക്വലൻസ് ആക്കാനുള്ള 3 കണ്ടീഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അതാണ് ഈ ലെമ്മ പറയുന്നത്. ഇതിൽ നമ്മൾ പ്രൂഫ് പോകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എ ഇംപ്ലൈസ് നമ്മൾ സാധാരണ ചെയ്യുക എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി, സി ഇംപ്ലൈസ് എ എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുക. ഈ പ്രൂഫിൽ നമ്മൾ ചെയ്യുന്നത് എ ഇംപ്ലൈസ് ബി ചെയ്യും, ബി ഇംപ്ലൈസ് എയും ചെയ്യും. എയും ബിയും തമ്മിൽ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ കിട്ടും. അപ്പോൾ ബി ഇംപ്ലൈസ് സി ചെയ്യുന്നതിന് പകരം നമ്മൾ എ ഇംപ്ലൈസ് സി തന്നെയാണ് ചെയ്യുന്നത്. എ ഇംപ്ലൈസ് ബി ചെയ്യും, പിന്നെ ബി ഇംപ്ലൈസ് എ ചെയ്യും, എന്നിട്ട് എ ഇംപ്ലൈസ് സിയിലേക്കാണ്. ഇങ്ങനെയാണ് ഈ പ്രൂഫ് പോകുന്നത്. പിന്നെ സി ഇംപ്ലൈസ് എ, അങ്ങനെയാണ് പ്രൂഫിന്റെ ഫോർമാറ്റ് പോകുന്നത്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എ ഇംപ്ലൈസ് ബി ആണ്. എ കണ്ടീഷൻ നമുക്കറിയാം W1, W2, etc. Wk ആർ ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് എയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എ ഇംപ്ലൈസ് ബി. പ്രൂഫിലേക്ക് പോവാം. ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. പ്രൂഫ് എ ഇംപ്ലൈസ് ബി. Let alpha belongs to Wj intersection W1 plus W2 plus etc. Wj minus 1. നമ്മളൊരു ആൽഫ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഈ ഇന്റർസെക്ഷനിൽ ഉണ്ടെന്ന് ചൂസ് ചെയ്യാണ്. ആൽഫ Wj ഇന്റർസെക്ഷൻ ആ W1, W2, etc. പ്ലസ് Wj മൈനസ് 1 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർസെക്ഷനിൽ ഉണ്ടെങ്കിൽ രണ്ടിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതി ആൽഫ ബിലോങ്സ് ടു Wj ആൻഡ് ആൽഫ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് etc. Wj minus 1. Alpha belongs to W1 plus W2 plus etc. Wj minus 1 ആണെങ്കിൽ there are vectors alpha 1, alpha 2, etc. alpha j minus 1 with alpha I in Wi. നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് W1, W2 ഉള്ള ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആൽഫ ഐസിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മുകളിലും അങ്ങനെ ഡെഫിനിഷനിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫനെ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര ആൽഫ ജെ മൈനസ് 1 എഴുതാം. ഈച്ച് ആൽഫ ഐ ബിലോങ്സ് ടു Wi ആയിരിക്കും. നമ്മൾ ആൽഫ എന്ന് പറയുന്നത് ആ ഒരു സമ്മിലുണ്ട് എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ആൽഫേനെ ഈച്ച് ആൽഫ ഐസിന്റെ സമ്മായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ജെ മൈനസ് 1. നൗ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര ആൽഫ ജെ മൈനസ് 1 മൈനസ് ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0. ഈ നമ്മൾ മുകളിൽ എഴുതിയ സ്റ്റെപ്പിൽ നിന്ന് ആ ആൽഫേനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് മൈനസ് ചെയ്തു. അത്രേ ചെയ്യുന്നുള്ളൂ. ആൽഫ 1 പ്ലസ് ആൽഫ 2 എക്സെട്ര ആൽഫ ജെ മൈനസ് പ്ലസ് മൈനസ് ആൽഫ. മൈനസ് ആൽഫേനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് മാറ്റി എഴുതി. അത്രേ ചെയ്യുന്നുള്ളൂ. ഈസ് ഈക്വൽ ടു 0. സിൻസ് W1, W2, Wk are independent, it must be that alpha 1 equal to alpha 2 equal to etc. alpha j minus 1 equal to alpha is equal to 0. നമുക്കറിയാം WIC ഇൻഡിപെൻഡന്റ് ആണെന്നാണ് നമ്മുടെ എയിലുള്ള കണ്ടീഷൻ പറയുന്നത് തന്നെ WIC ഇൻഡിപെൻഡന്റ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുകളിൽ എഴുതിയ സമ്മന്ന് ആൽഫ 1 പ്ലസ് ആൽഫ 2 എക്സ്ട്രാ ഇക്വൽ ടു 0 എന്ന് എഴുതിയതും തന്നെ നമുക്ക് എന്ത് പറയാം, കണ്ടീഷനാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് പ്രൂവ് ചെയ്തപ്പോൾ ഡെഫിനേഷനിൽ കൊടുത്തത് സെയിം ഡെഫിനേഷൻ വെച്ചിട്ട് തന്നെ ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ആൽഫ ജെ മൈനസ് 1 ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 0 എന്ന് എഴുതാം. Which implies Wj intersection W1 plus W2 plus etc. plus Wj minus 1 equal to singleton 0. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്. എ ഇംപ്ലൈസ് ബിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാണ്ടത് അതായിരുന്നു. അത് ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ WIs ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ Wj ഇന്റർസെക്ഷൻ W1 plus W2 plus etc. Wj minus 1 equal to singleton 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്. അവിടേക്ക് നമ്മൾ എത്തി.
ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യണേ. ഓക്കെ. ബി ഇംപ്ലൈസ് എ. ബിയിലുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് WJ ഇന്റർസെക്ഷൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WJ മൈനസ് 1 ഈക്വൽ ടു സിംഗിൾട്ടൺ 0. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു J ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. Let alpha I belongs to W, not all 0, but alpha 1 plus alpha 2 plus etc plus alpha K is equal to 0. ബിയിലെ കണ്ടീഷൻ ആണ് നമ്മൾ എഴുതിയത്. നമുക്ക് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് ബി ഇംപ്ലൈസ് എ, അതായത് WIs ഇൻഡിപെൻഡന്റ് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. WIs ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡെഫിനിഷൻ വെച്ചിട്ട് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈച്ച് ആൽഫ ഐസ്, എല്ലാ ആൽഫ ഐസും 0 ആയിരിക്കും. നമ്മളിവിടെ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് എടുക്കുക. ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ ഇസ് ഈക്വൽ ടു 0 ആണ്, പക്ഷെ എല്ലാ ആൽഫ ഐസും 0 അല്ല. ലെറ്റ് ആൽഫ ഐ ബിലോങ്സ് ടു 0, നോട്ട് ഓൾ 0. അതായത് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ആൽഫ ഐ എങ്കിലും നോൺ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈച്ച് ആൽഫ ഐസ് മസ്റ്റ് ബി 0 ആയിരിക്കും. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ആൽഫ എങ്കിലും അവിടെ ഒരു നോൺ 0 ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ബി ഇംപ്ലൈസ് എയുടെ പ്രൂഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Let J be the largest integer I such that alpha I not equal to 0. അങ്ങനത്തെ ഒരു ഇന്റിജർ ആണ്, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് നമ്മൾ J be the largest integer I such that alpha I not equal to 0. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ആൽഫ എങ്കിലും നോൺ 0 ഉണ്ടെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ് ആൽഫ ജെ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ആൽഫ ഐ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ആൽഫ ജെ നോട്ട് ഈക്വൽ ടു പറയുന്നത് സെയിം ആണ്. കാരണം ജെ ബി ദ ലാർജസ്റ്റ് ഇന്റിജർ ഐ സച്ച് ദാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതവിടെ ആൽഫ ഐ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. Then alpha 1 plus alpha 2 plus etc plus alpha j equal to 0. Alpha j not equal to 0. Implies alpha j is equal to minus alpha 1 minus alpha 2 etc minus alpha j minus 1. Implies alpha j is equal to minus alpha 1 minus alpha 2 minus alpha j minus 1 belongs to W1 plus W2 plus etc plus WJ minus 1. നമ്മൾ നേരത്തെ എഴുതിയ ഒരു സമ്മിന്റെ ഒരു കണ്ടീഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൽഫ ബിലോങ്സ് നമ്മൾ മുകളില് ഇന്റർസെക്ഷന്റെ കേസിൽ നമ്മൾ ഇവിടെ എഴുതിയില്ലേ, ആൽഫ എന്ന് പറയുന്ന ഒരു എലിമെന്റ് നമ്മൾ ഈ സമ്മിന്റെ എടുത്ത സമയത്ത് ആൽഫേനെ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു. ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ജെ മൈനസ് 1 എക്സ്പ്രസ് ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ആൽഫ ജെ കിട്ടിയിരിക്കുന്നത് മൈനസ് ആൽഫ 1 മൈനസ് ആൽഫ 2 എക്സെട്ര മൈനസ് ആൽഫ ജെ മൈനസ് 1 ആണ്. അത് ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര WJ മൈനസ് 1 ആയിരിക്കും. ഈച്ച് മൈനസ് ആൽഫ 1 എന്ന് പറയുന്നത് W1 ആൽഫ ഐസ് WIസിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫ ജെനെ അങ്ങനെ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര WJ മൈനസ് 1 എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആൽഫ ജെ ബിലോങ്സ് ടു അതുണ്ട്. അത് മാത്രമല്ല നമുക്ക് ബി കണ്ടീഷൻ അറിയാം. ആൽഫ ജെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആൽഫ ജെ ബിലോങ്സ് ടു WJ ഇന്റർസെക്ഷൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര WJ മൈനസ് 1 നമുക്ക് എഴുതാം. ആൽഫ ജെ ആൽഫ ഐസ് എല്ലാം നമ്മൾ WIസിലാണ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫ ജെ WJയിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ കിട്ടും ചെയ്ത് ആൽഫ ജെ എന്ന് പറയുന്നത് W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര WJ മൈനസ് 1ലും ആൽഫ ജെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടിലും ഉള്ളത് കൊണ്ട് തന്നെ ആൽഫ ജെ ആ ഇന്റർസെക്ഷനിലും എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആൽഫ ജെ ബിലോങ്സ് ടു WJ ഇന്റർസെക്ഷൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WJ മൈനസ് 1 കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് WJ ഇന്റർസെക്ഷൻ ആ ഒരു സം എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 ആയിരിക്കും. അതാണ് ബിയിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. ദാറ്റ് ഈസ് പക്ഷെ നമുക്ക് ഇവിടെ കിട്ടി ആൽഫ ജെ ഒരു നോൺ 0 എലമെന്റ് ആ ഇന്റർസെക്ഷനിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് എ നോൺ 0 വെക്ടർ ആൽഫ ജെ ബിലോങ്സ് ടു WJ ഇന്റർസെക്ഷൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര WJ മൈനസ് 1 വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തത് ഇന്റർസെക്ഷൻ സിംഗിൾട്ടൺ 0 ആണ്, നമ്മുടെ ബിയിലുള്ള കണ്ടീഷൻ അതാണ്. പക്ഷെ നമുക്ക് ഒരു നോൺ 0 എലമെന്റ് ആൽഫ ജെ എന്ന് പറയുന്നത് ആ ഇന്റർസെക്ഷനിൽ ഉണ്ട് എന്ന് കിട്ടി. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. Therefore, alpha 1 is equal to alpha 2 is equal to etc. alpha k is equal to 0.
അതുകൊണ്ട് തന്നെ ഒരു നോൺ സീറോ ആൽഫ ഇ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. ഈച്ച് ആൽഫ ഐസും സീറോ ആയിരിക്കും. Therefore, W1 plus W2 plus etc. plus WK are independent. ഇതാണ് B implies Cയുടെ പ്രൂഫ്. കുഴപ്പമൊന്നുമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യട്ടെ? എന്തെങ്കിലും പോർഷൻ മനസ്സിലാവാത്തതുണ്ടോ? ആർക്ക് സംശയം ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, കണ്ടിന്യൂ. ഇനി നമ്മൾ ഇപ്പൊ ചെയ്തത് എ ഇംപ്ലൈസ് ബിയും ബി ഇംപ്ലൈസ് എയും നമ്മൾ പ്രൂവ് ചെയ്തു. നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ബി ഇംപ്ലൈസ് സിയിലേക്കാണ് പോവുക. നമ്മളിവിടെ ബി ഇംപ്ലൈസ് എ ചെയ്തു. അതുകൊണ്ട് ഇനി എ ഇംപ്ലൈസ് സിയിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Now that we know A and B are same, so A implies C. എയിലുള്ള കണ്ടീഷൻ പ്രകാരം നമുക്ക് പറയാം let W1, W2, etc. WK are independent. Now BI is an basis for WI 1 less than or equal to I less than or equal to K. അതാ ലെമ്മയിലുള്ള സിയിലുള്ള കണ്ടീഷനിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന സാധനമാണ്. ഇഫ് ബി ഐ ഇസ് ആൻ ഓർഡർഡ് ബേസിസ് ഫോർ WI 1 less than or equal to I less than or equal to K, then the sequence B is equal to B1, B2, BK is an ordered basis for W. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ഒരു ഓർഡർഡ് ബേസിസ് ആണെന്നാണ്. ബി ഐസ് എന്ന് പറയുന്നത് ഈച്ച് ബി ഐ എന്ന് പറയുന്നത് WIസിന്റെ ബേസിസ് ആണെന്നും തന്നിട്ടുണ്ട്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് എ ഇംപ്ലൈസ് സിയിൽ നമ്മൾ പറയുന്നത് ബി ഐ ഇസ് എ ബേസിസ് ഫോർ WI 1 less than or equal to I less than or equal to K എന്ന് കൊടുക്കുന്നത്. ലെറ്റ് B is equal to B1, B2, etc. BK. Any linear relation in the vectors, നമുക്ക് തെളിയിക്കേണ്ടത് ബി ഒരു ബേസിസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. Any linear relation between the vectors in B will have the form. നമ്മൾ ബിയിലുള്ള ഏതൊരു വെക്ടേഴ്സിന്റെയും ലീനിയർ റിലേഷൻസ്, ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ഫോമിലായിരിക്കും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് വേർഡ്സിൽ എല്ലാതെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. Linear combination between the vectors in B will have the form linear combination of finite number of elements of B1 plus linear combination of finite number of elements of B2 plus etc. plus linear combination of finite number of elements of BK. Equal to അതിനെ റെപ്രസെന്റ് ചെയ്തതാണ് അങ്ങനെ β1 plus β2 plus etc. plus βk, where beta I is the linear combination of vectors in BI. ബിയിലുള്ള എലമെന്റ്സ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോം ആണത് β1 plus β2 plus etc. plus βk. അതിലുള്ള ഈച്ച് ബീറ്റ ഐ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ BI ആയിരിക്കും. BI എന്ന് പറയുന്നത് WIസിന്റെ ബേസിസ് ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. Now if β1 plus β2 plus etc. plus βk is equal to 0, beta I belongs to WI, β1 equal to β2 equal to βk is equal to 0, since W1, W2, etc. WK are independent. ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള കണ്ടീഷൻ നമുക്കുണ്ട്. ഈച്ച് ബീറ്റ ഐസും WIയിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇഫ് β1 plus β2 plus etc. βk is equal to 0 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ബീറ്റ ഐസും β1 equal to β2 etc. βk എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. That is, linear combination of finite number of elements of BI is 0. ഈ BI എന്ന് പറയുന്നത് linear combination of finite number of elements of BI is 0. അതായത് ഈച്ച് ബീറ്റ ഐ β1, β2, βk ഈച്ച് ബീറ്റ is equal to 0. അതാണ് ആ linear combination of finite number of elements of BI is 0. All scalars are 0. Each BI is independent. The relation we have between the vectors in B is the trivial relation. അതെന്താന്ന് വെച്ചാല് നമ്മൾ β1, β2 എന്നൊക്കെ പറയുന്നത് ബിയിലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് ബേസിസ് ഓഫ് WIs ആണ്. അപ്പോൾ β1 എന്ന് പറയുന്നതും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ബിയിലുള്ള എലമെന്റ്സിന്റെ.
β1 എന്ന് പറയുന്നത് B1ലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. β1 ഈക്വൽ ടു 0 എന്ന് പറയാന്നുണ്ടെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ്. ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ്. മാത്രമല്ല ബി ഒരു ബേസിസും ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്കേലാർസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കും. സ്കേലാർസ് 0 ആണ്. സ്കേലാർസ് 0 ആയതുകൊണ്ട് അവിടെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾ bi 0, ഓൾ സ്കേലാർസ് ആർ 0. അതിലുള്ള എല്ലാ സ്കേലാറുകളും 0 ആയിരിക്കും. നമ്മൾക്ക് ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യാൻ സ്കേലാർസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതി. ഈ സ്കേലാർസ് 0 ആണെന്ന് പറഞ്ഞാൽ ഈ സ്കേലാർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇവിടെ ഈച്ച് ബീറ്റ ഐ എന്ന് പറയുന്നത് ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. ബിയിലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് ബീറ്റ ഐനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബീറ്റ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ്. ബീറ്റ ഐ എന്ന് പറയുന്നത് ബിയിലെ ബേസിസുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ അതിലുള്ള ഈച്ച് സ്കേലാർസും 0 ആയിരിക്കും. β1ലുള്ള എല്ലാ ബീറ്റ കേക്കും ഈ കണ്ടീഷൻസ് ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഓൾ സ്കേലാർസ് മസ്റ്റ് ബി 0. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈച്ച് ബി ഐ ഈസ് ഇൻഡിപെൻഡന്റ്. ദ റിലേഷൻ വി ഹാവ് ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഇൻ ബി ഈസ് ദ ട്രിവിയൽ റിലേഷൻ. അതുകൊണ്ട് തന്നെ ബിയിലുള്ള വെക്ടേഴ്സും നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വെക്ടേഴ്സും സ്കേലാർസും 0 ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പം ബി ബേസിസ് ആവാനുള്ള കണ്ടീഷൻസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബി ഒരു ബേസിസ് ആണെന്ന് പറയാം. അത് നമുക്ക് രണ്ട് കണ്ടീഷനല്ലേ കാണിക്കും ബേസിസ് ആവാൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാൻ ഓഫ് ഡോട്ട്സ് ബീറ്റ ഐസ് should give the full space അല്ലേ? as well as they are independent. ബീറ്റ എന്ന് പറയുന്നത് β1, β2 എക്സെട്ര ബീറ്റ കെ എന്ന സെറ്റുകളുടെ യൂണിയൻ ആണ്. അപ്പം നമുക്ക് കാണിക്കേണ്ടത് ആ സെറ്റ് ബേസിസ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. കയ്യിലുള്ളത് ഈ W1, W2 എക്സെട്ര WK ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ? അപ്പം ബീറ്റ ഉള്ള എലിമെന്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിനെ β1 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ കെ എന്ന ഫോമിൽ എഴുതാം. ബീറ്റ ഐസ് WI ആൻഡ് പിന്നെ എങ്ങനെയാ ഫോർവേഡ്? എന്താ സാർ? നമുക്ക് ബീറ്റയിലെ എലിമെന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാം അല്ലേ? അത് എങ്ങനെയാ പറഞ്ഞത്? നമുക്ക് W1, W2, WK എക്സെട്ര ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എലമെന്റ്സിനെ β1 ഈക്വൽ ടു β2 ഈക്വൽ ടു ബീറ്റ കെ എന്ന് ഈക്വൽ ടു 0 നമുക്ക് പറയാം. അതായത് ഈച്ച് ബീറ്റ ഐ അതെ ഈച്ച് ബീറ്റ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെല്ലാം സ്ക്രിപ്റ്റ് ബീറ്റ ഐ എന്ന് പറയുന്നത് ബേസിസ് W1 WIന്റെ അല്ലേ? സ്മോൾ β1 നമ്മൾ എടുക്കുന്നത് is an element in WI, right? Beta I is an element in WI. So script beta I basis of WI ആയതിനെ കൊണ്ട് ഏതൊരു സ്മോൾ ബീറ്റ ഐ എടുത്താൽ അതിലുള്ള എലിമെന്റ്സ്, അത് സ്ക്രിപ്റ്റ് ബീറ്റ ഐയിലെ എലിമെന്റ്സിന്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു വലിയൊരു ലീനിയർ കോമ്പിനേഷൻ ആണ് അല്ലേ? അപ്പൊ സിൻസ് ഇറ്റ് ഈസ് അവർ W1, W2, WK are independent, small β1 plus small β2 etc plus small beta k 0 ആണെങ്കിൽ നമുക്കറിയാം each of the beta i's are zeros. അതായത് ഓരോ ചെറിയ ലീനിയർ കോമ്പിനേഷനും ഈക്വൽ ടു 0 എന്ന് കിട്ടും. പക്ഷെ അത് ബേസിസ് ആയതിനെക്കൊണ്ട് ഓരോ ലീനിയർ കോമ്പിനേഷൻസിന്റെയും സ്കേലാർസ് എല്ലാം 0 അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? അപ്പോ നമുക്ക് ബീറ്റ ഇസ് ആക്ച്വലി ബേസിസ്
അതവരുടെ ലീഗൽ ഇൻഡിപെൻഡന്റ് കിട്ടും. പിന്നെ സ്പാന് ചെയ്യുന്ന എങ്ങനെയാ പറഞ്ഞ ആ കണ്ടീഷൻ അവിടെ അതിൽ ഞാൻ പ്രൂഫില് അവിടെ കൊടുത്തിട്ടില്ല, അത് ഞാൻ നോക്കിയത്. അത് നമുക്ക് മുകളില് ഞാൻ ഡെഫിനിഷനിൽ നമുക്ക് പറയുന്നുണ്ട്. ലെമ്മയുടെ ഡെഫിനിഷനിൽ W is equal to W1 plus W2 plus etc. WK എന്ന് കൊടുത്തിട്ടുണ്ട്. W is equal to span W1 union W2 union etc. WK എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. W is equal to W1 etc. plus WK ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ മീനിങ് അതാണല്ലോ. സ്പാൻ ഓഫ് W1 etc. WK എന്ന് പറഞ്ഞാൽ WK. അതുള്ളതാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് നമുക്ക് പറയാം സ്ക്രിപ്റ്റ് ബീറ്റ ഈസിന്റെ യൂണിയൻ വിൽ സ്പാൻ W. Okay, so beta is actually a basis. Okay, ഇത് നമ്മള് പണ്ടൊരു റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് ഇൻവേരിയന്റ് മറ്റേ എന്താ പറയാ ഇൻവേരിയന്റ് സബ്സ്പേസസ് പറഞ്ഞപ്പം ഒരു തിയറത്തിന്റെ അകത്ത് നമ്മള് ഒരു ട്രിവിയൽ റിലേഷൻ ആണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഏത് തിയറായിരുന്നത്? ഐ തിങ്ക് ഒരു ലെമ്മയായിരുന്നു അല്ലേ? എനിവേ നമ്മളത് പണ്ടൊരു വർഷം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രിവിയൽ റിലേഷൻ ആണെന്ന് കണ്ടു. അത് അതെ, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ഐഗൻ വാല്യൂസിന്റെയും ക്യാരക്ടറിസ്റ്റിക് സ്പേസസ്. ആക്ച്വലി ഇവിടെ നമ്മളൊരു ഒരു ഓപ്പറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂസ് C1 C2 CK എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഓരോ അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് ശരിക്കും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെ അതൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഇതിന്റെ ഇൻഡിപെൻഡൻസ് ഓഫ് സ്പേസ് തന്നെ. അതായത് T എന്ന ഓപ്പറേറ്റർ എടുത്തിട്ട് അതിന്റെ ഐഗൻ വാല്യൂസ് എടുക്കുക, ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് എടുക്കുക. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഈ W1 W2 WK ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതിലുള്ള പ്രൂഫാണ് നമ്മൾ അന്ന് ചെയ്തത്. ഓക്കെ, നമ്മൾ അന്ന് LMA ചെയ്ത പ്രൂഫ് അതാണ് ശരിക്കും. നിങ്ങൾ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവിടെ നമ്മൾ ലീനിയർ റിലേഷൻ എടുത്തിട്ട് നമ്മൾ കാണിച്ചത് ഈച്ച് ഓഫ് ബീറ്റ ഈസ് ആർ 0 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ഐഗൻ വാല്യൂസ് എടുക്കുക ലീനിയർ ഓപ്പറേറ്ററിന്റെ എങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ദേ ആർ ഇൻഡിപെൻഡന്റ്. അത് നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തു. ഇൻഡയറക്റ്റ്ലി നമ്മൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ ഇപ്പോൾ രണ്ടും ക്ലബ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി ചെയ്തൊരു എക്സാമ്പിൾ ആണത്. ഓക്കെ, സോ യു കൻ കണ്ടിന്യൂ. ഇനി ചെയ്യാനുള്ളത് സീംപ്ലേസ് ആണ്. ലാസ്റ്റ് പ്രൂഫിന്റെ ലാസ്റ്റ് പാർട്ടാണ് സീംപ്ലേസ്. സി പ്രകാരം നമുക്ക് പറയാം ലെറ്റ് ബി is equal to B1 B2 etc. BK be the basis for W where BI is an ordered basis for WI 1 less than or equal to I less than or equal to K. ഇത്രയും കണ്ടീഷൻ സിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് എ ആണ്. അതായത് W1 W2 etc. WK ആർ ഇൻഡിപെൻഡന്റ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ we have beta 1 plus beta 2 plus etc. plus beta K is equal to 0 is beta I belongs to WI where beta I is the linear combination of the vectors in BI, and so beta 1 equal to beta 2 equal to etc. equal to beta K is equal to 0. ഇത് നമുക്ക് അറിയാവുന്ന ബേസിസിന്റെ ഡെഫിനിഷനും ബേസിസിലുള്ള അതിൽ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ബേസിസിന്റെ കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്യുന്നതാണ്. ഇൻഡിപെൻഡൻസ് നമ്മൾ ബേസിസിന്റെ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. B is equal to B1 B2 B etc. BK be the basis of W ആണ് where BI is an ordered basis for WI 1 less than or equal to I less than or equal to K.
നമ്മൾ മുകളിൽ എഴുതിയ കണ്ടീഷൻസ് പോലെ തന്നെയാണ് എഴുതുന്നതും. β1 plus β2 plus etc plus βk is equal to 0 for each βi belongs to wi. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. നമുക്ക് ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? α1 plus α2 plus αk is equal to 0 for each alpha I belongs to W implies each alpha I is equal to 0, then Wi's are independent എന്ന് നമുക്ക് പറയാം. അതാണ് ഡെഫിനിഷൻ. ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഈ പ്രൂഫും പോകുന്നത്. β1 plus β2 plus etc βk is equal to 0 എന്ന് നമ്മൾ എഴുതി. βi's എല്ലാം wiയിലുള്ള വെക്ടേഴ്സ് ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ചെയ്ത പോലെ തന്നെ അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. where each βi is the linear combination of the vectors in bi. bi എന്ന് പറയുന്ന ബേസിസിലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഈച്ച് βi. bi എന്ന് പറയുന്നത് ബേസിസ് ആണ്, അത് βi അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലീനിയർ കോമ്പിനേഷനും 0 ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈച്ച് β1 is equal to β2 is equal to etc βk is equal to 0 എന്ന് എഴുതി. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. 1ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഇൻഡിപെൻഡൻസിന്റെ കണ്ടീഷൻ തന്നെയാണ്. ഫ്രം ഇക്വേഷൻ 1 and 2 we get w1, w2, etc wk are independent. ഇതാണ് സി ഇംപ്ലൈസ് എയുടെ പ്രൂഫ്. ഇത്രയേ ഉള്ളൂ ലെമ്മയുടെ ഒരു ട്രിവിയൽ പ്രൂഫ് തന്നെയാണ് അല്ലേ? കാരണം നമ്മള് ബീറ്റ എന്ന് പറയുന്നത് β1, β2 എക്സെട്ര βk, അതായത് സ്ക്രിപ്റ്റ് ബീറ്റ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് β1, സ്ക്രിപ്റ്റ് β2 എക്സെട്ര സ്ക്രിപ്റ്റ് βk എന്ന് പറഞ്ഞ ബേസിസുകളുടെ യൂണിയൻ ആണ്. അപ്പം ആൻഡ് ഓൾസോ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് ബീറ്റ ഇസ് എ ബേസിസ് എന്നും സ്ക്രിപ്റ്റ് ബീറ്റ ഇസ് എ ബേസിസ് എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് ബീറ്റ ബേസിസ് നിങ്ങൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള നിങ്ങൾ പിന്നെ എടുക്കുന്നത് വെച്ചാൽ സ്മോൾ β1, സ്മോൾ β2 എക്സെട്ര സ്മോൾ βk എന്ന് എടുക്കുന്നത്. അതൊക്കെ നമ്മൾ എടുക്കുന്നത് wk എന്നാണ്. അപ്പൊ ഈ എലിമെന്റ്സ് നിങ്ങൾ കാണേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ β1 ഇത് നമ്മൾ ശരിക്കും ഇതിന്റെ അകത്തൊരു പോർഷൻ കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് ക്ലിയർ ആവുന്നുണ്ട്. ഈ മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ സ്മോൾ β1 നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണേണ്ടത് w1 എന്ന സ്പേസിലുള്ള കുറച്ച് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി മനസ്സിൽ കാണാം, എന്നിട്ട് ഈ പ്രൂഫ് വായിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്മോൾ β1 എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് β1ലുള്ള കുറച്ച് എലിമെന്റ്സ് ഉണ്ട്, അതൊരു ബേസിസ് ആണല്ലോ, അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. നമ്മൾ പണ്ട് ആ പ്രൂഫിൽ ഞാൻ കുറച്ചും കൂടി നമ്മൾ അന്ന് ഇൻവേരിയന്റ് സബ്സ്പേസ് ചെയ്തപ്പം നമ്മൾ വലുതാക്കി എഴുതുമ്പോൾ കുറച്ചും ക്ലിയർ ആവും. അത് ഈച്ച് ഓഫ് ദ β1 കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അത് അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞാലും ക്ലിയർ ആണ്, പ്രൊവൈഡഡ് നിങ്ങൾ അത് മനസ്സിൽ വെച്ചാൽ മതി. അത് ഈച്ച് ഓഫ് സ്മോൾ β1, β2 എല്ലാം ഈ w1, w2ന്റെ ബേസിസ്, അതായത് സ്ക്രിപ്റ്റ് β1, സ്ക്രിപ്റ്റ് β2 അതിന്റെ ഒക്കെ എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. ഒബിയസ്ലി ഈ മൊത്തം നിങ്ങൾ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ, അതായത് സ്മോൾ β1 പ്ലസ് സ്മോൾ β2 എക്സെട്ര പ്ലസ് സ്മോൾ βk ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ ശരിക്കും നിങ്ങൾ എന്നിട്ട് ആ ഓരോ β1ഉം β2, അതായത് സ്മോൾ β1, സ്മോൾ β2 എക്സെട്ര സ്മോൾ βkനെ നിങ്ങൾ എക്സ്പാൻഡ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബിയസ്ലി അറിയാം സ്ക്രിപ്റ്റ് β1, സ്ക്രിപ്റ്റ് β2 എക്സെട്ര സ്ക്രിപ്റ്റ് βk ഇതൊക്കെ ബേസിസ് ഓഫ് wi ആണ്. അപ്പൊ ഈ വലിയൊരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ നമുക്കറിയാം ഈച്ച് ഓഫ് ദ കേസസിൽ, അതായത് നിങ്ങൾ സ്ക്രിപ്റ്റ് β1 എടുക്കുമ്പോൾ നമ്മൾ എടുത്ത ഈ ഇക്വേഷൻ 1ലുള്ള β1ന്റെ ആ ഒരു ലീനിയർ കോമ്പിനേഷൻ ഒബിയസ്ലി 0 ആവും. കാരണം മോള് നമ്മൾ എടുത്തിരിക്കുന്ന ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ്, വേർ മൊത്തം എലിമെന്റ്സും ബേസിസ് എലിമെന്റ്സ് ആണ്. ആ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ബേസിസ് എലിമെന്റ്സിന്റെ ടേംസിലാണ്. സോ ഒബിയസ്ലി അത് 0 ആയി പോകും, കാരണം ഈ സ്കെയിലസ് 0 ആണ്, കാരണം ബീറ്റ ഈസ് എ ബേസിസ്. അത് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ സ്കെയിലാസ് എല്ലാം 0 ആണെന്ന് കിട്ടിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ എഴുതാണ് ഈച്ച് ബീറ്റ ഈസ് 0. സോ ആക്ച്വലി ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രൂഫ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന്റെ ആവശ്യമൊന്നുമില്ല, പ്രൊവൈഡഡ് യു അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയുള്ള ഈ പ്രൂഫ് ലെമ്മ. ഓക്കെ. അതുപോലെ
ഒരു കാര്യം നമുക്ക് പറയാനുള്ള വെച്ചാല് നമ്മൾ ഇനി ഫർദർ ഉള്ള ഈ 2 സെക്ഷൻസിൽ എനിക്ക് ഒന്ന് മെയിനായിട്ട് നമ്മള് ഇപ്പം ലിഖിത പറഞ്ഞ പോലത്തെ സ്റ്റാർട്ടിങ് ലിഖിത പറഞ്ഞിട്ടായിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്ത് നമ്മൾ ഈ ക്ലാസ്സിലെടുത്ത് ഒന്ന് കുറച്ച് സത്യം. ഓക്കെ. ഇൻ ദിസ് ചാപ്റ്റർ അല്ല, just make it a bit top. In this chapter, our goal is to find an ordered basis in which the matrix of T assumes especially simple form. ആ സിമ്പിൾ ഫോം എന്ന് ഞാൻ പറഞ്ഞത് ഡയഗണലൈസേഷൻ ആണ്. ഞാൻ ഇന്നലെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡയഗണലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരു സിമ്പിൾ ഡയഗണൽ മെട്രിക്സ് ഫോമിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. സോ അവർ എയിം ഇസ് ദാറ്റ് ഫൈൻ. So it is described as follows: to decompose the underlying space V into sum of invariant subspace of T such that the restriction operators are those subspace are simple. ശരിക്കും നമ്മൾ ബേസിക് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഡയഗണലൈസേഷൻ തന്നെയാണ്. ടീനെ ഡയഗണലൈസേഷനെ പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ WIസിന്റെ കേസിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഓപ്പറേറ്റേഴ്സ് കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് ടീനെ ശരിക്കും അതിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ എഴുതാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയും. അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എടുക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എയിം ഫർദറും ഡയഗണലൈസിബിലിറ്റി ഓഫ് ടി ഡിസ്കസ് ചെയ്യുക എന്ന് തന്നെയാണ്. ഓക്കെ, പക്ഷെ കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് പോകുന്നു മാത്രം. ഓക്കെ, okay, so the class was good. നിങ്ങൾ നോട്ട്സ് ഗ്രൂപ്പ് ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ എടുത്ത ആ ഗ്രൂപ്പ് നോട്ട്സ് ഞാൻ ഇന്ന് ഈ ക്ലാസ് ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, നികിത ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഈ നോട്ട്സും ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. മറ്റേ അതായത് ഇൻവേരിയന്റ് അല്ല, ഇൻഡിപെൻഡന്റ് സബ്സ്പേസസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ടി ഒരു ഓപ്പറേറ്റർ ആണ്. T(C1, C2, C2, Ck) അതിന്റെ ഐഗൺ വാല്യൂസ് ആണെങ്കിൽ അതിന്റെ ഐഗൺ സ്പേസസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് നമ്മൾ പണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട് RLMൽ. ഓക്കെ, സോ ഐ തിങ്ക് if anybody has any doubts you can ask. ഓക്കെ, അപ്പൊ നാളെ എടുക്കുന്നുണ്ടോ? നിഖിലല്ലേ നാളെ? നിഖിതയാണോ? സാർ മൺഡേ. ഇന്ന് എടുത്ത നിഖിലയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാല് മൺഡേ എടുക്കാം 10:30. ഓക്കെ, then we'll wind up. We can leave the class.